നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് കലാലയ രത്ന അവാർഡിന് അമല അന്ന അനിൽ അർഹയായി. സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത, ക്രിയാത്മക നേതൃത്വ ഗുണം, അക്കാദമിക് മികവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി പ്രതിഭയ്ക്കാണ് ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചുങ്കന്റെ പേരിലുള്ള കലാലയ രത്ന പുരസ്കാരം നൽകുന്നത്. 5001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷത്തെ പുരസ്കാര സമർപ്പണം മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ നിർവഹിക്കും. ജനുവരി 20 ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ഫാദർ ജോസ് തെക്കൻ സെമിനാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ 2ാം വർഷ MA ഹിസ്റ്ററി വിദ്യാർത്ഥിനി അമല അന്ന അനിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി അവാർഡ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്. കോളേജിലെ സാമൂഹ്യ സേവന സംഘടനയായ തവനീഷിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായം എത്തിക്കുന്നതിലും അവരുടെ പുനരധിവാസത്തിലും മികച്ച പിന്തുണ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എന്ന വിഭാഗത്തിലാണ് പുരസ്കാരം. തിരുവനന്തപുരം ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. സ്ഥാപനത്തിനകത്തും പുറത്തും ഉൾച്ചേർക്കൽ ഉറപ്പാക്കുന്ന രീതിയിലുള്ള സേവനങ്ങൾ തവനീഷ് നൽകി വരുന്നു. അവബോധന രൂപീകരണ പ്രവർത്തനങ്ങളും മാതൃകാപരമായി ഏറ്റെടുത്ത് നടത്തുന്നു. 8 വർഷമായി തുടർച്ചയായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സവിഷ്കാര എന്ന പേരിൽ നടത്തിവരുന്ന കലാമേളയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും പങ്കെടുക്കുകയും വിദ്യാർത്ഥികൾ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. 9ാമത്തെ വർഷത്തിലേക്ക് കടന്ന സവിഷ്കാര ഇത്തവണ ദേശീയ തലത്തിലാണ് സംഘടിപ്പിച്ചത്. സവിഷ്കാരയ്ക്ക് പുറമെ ഇഗ്നറ്റ് ദർശനയുമായി സഹകരിച്ച് നടത്തുന്ന പാരാ അത്ലറ്റിക് മീറ്റ്, വിവിധ ഭിന്നശേഷി പദ്ധതികളുമായി ചേർന്ന് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ, കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഉണർവ് പ്രോജക്ട്, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ, മൊബൈൽ ഫോൺ എന്നിവയുടെ വിതരണം, ഓണസമ്മാനങ്ങൾ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് തവനീഷ് നടത്തിവരുന്നത്. ക്രൈസ്റ്റ് കോളേജിലെ NSS, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ CIFDA എന്നിവരും നടത്തുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ കോളേജിന് അവാർഡ് ലഭിക്കുന്നതിൽ നിർണായകമായി. ഒളിമ്പ്യൻ സ്പോർട്ടിംഗ് FC ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ്, മുൻ അന്താരാഷ്ട്ര ഫുട്ബോൾ താരം ജിജു ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. ഒളിമ്പ്യൻ സ്പോർട്ടിംഗ് ക്ലബ് സെക്രട്ടറി AV ജോസ് സ്വാഗതവും പ്രസിഡന്റ് MK പ്രഹ്ലാദൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ അന്തരിച്ച ഇരിങ്ങാലക്കുടയിലെ ഏക ഒളിമ്പ്യൻ O ചന്ദ്രശേഖരൻ മേനോൻ മാത്രമായിട്ട് ഉണ്ടായിട്ടുണ്ട്. 1960 റോം ഒളിമ്പിക്സിൽ കളിച്ച ചന്ദ്രശേഖരൻ മേനോന്റെ സ്മരണ നിലനിർത്തേണ്ടത് ഫുട്ബോൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ശരിയായിട്ടുള്ള ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു ഫുട്ബോൾ മാമാങ്കം ആരംഭിക്കുന്നതിന് ഞങ്ങളൊക്കെ കൂടി തീരുമാനമെടുത്തതിൻ്റെ പ്രധാന കാരണം ഇരിങ്ങാലക്കുടയുടെ പേരും പ്രശസ്തിയും അന്തർദേശീയ വിധാനങ്ങളിൽ ഉറക്കെ വിളംബരം ചെയ്ത ഒരു മഹാനുഭാവനെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഒളിമ്പ്യൻ എന്ന പേര് കരസ്ഥമാക്കിയിട്ടുള്ള ഏക ഇരിങ്ങാലക്കുടക്കാരനാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാന്യനായ ശ്രീ O ചന്ദ്രശേഖരൻ. ഈ അയ്യങ്കാവ് മൈതാനത്തിന് വളരെ അടുത്ത് ഓടമ്പള്ളി വീട്ടിലെ അംഗമായിരുന്ന ശ്രീ O ചന്ദ്രശേഖരൻ കളിച്ചു വളർന്ന ഒരു മൈതാനമാണ് ഇത് എന്നുള്ളതിൽ നമുക്കേവർക്കും അഭിമാനം കൊള്ളാം. ഇവിടെ പറഞ്ഞതുപോലെ ഇരിങ്ങാലക്കുടയിൽ ജനിച്ച് ബോംബെയിലൊന്നുമല്ല അദ്ദേഹം വളർന്നത്, ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ തന്നെയാണ് അദ്ദേഹം വളർന്നത്.
നമ്മുടെ ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്ത് ശേഷം മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന അവസരത്തിലാണ് ഒരു ഫുട്ബോളർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും മികവും എല്ലാം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. തുടർന്ന് വളരെ മികവാർന്ന വിധത്തിൽ കളിക്കളങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ്. എല്ലാ കാണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വയലറ്റ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് കേരള യുണൈറ്റഡും സ്കൈ തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സുമേഷ്, മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ താരം ശ്രീ ജിജു ജേക്കബ് എന്നിവർ നാല് ദിവസങ്ങളിലായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമിയിൽ നടന്നു വന്നിരുന്ന യോനെക്സ് സൺറൈസ് ജെയ്സൺ സെബി മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ പ്രസിഡന്റ് EP ചിത്രേഷ് മുഖ്യാതിഥിയായിരുന്നു. കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി സാജു ലൂയിസ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ജനറൽ കൺവീനർ പീറ്റർ ജോസഫ്, KBSA വൈസ് പ്രസിഡന്റ് ജോസഫ് സേവ്യർ, നിർവാഹക സമിതി അംഗം MN ഷാജി, TDBSA സെക്രട്ടറി ജോയ് PO, ട്രഷറർ ജോയ് K ആന്റണി, ടൂർണമെന്റ് റെഫറി അനീഷ് തോമസ് മൂക്കൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപ്രദേശത്ത് വളർന്നു വന്ന വ്യക്തിയാണ്. 2000 കൊച്ചേരി ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളൊന്നും നടത്തി കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണ്. അന്ന് ഞങ്ങളുടെ വിനോദം ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശനി ഞായർ കിട്ടി കഴിഞ്ഞാൽ പറമ്പുകൾ പാടങ്ങളാക്കി നടക്കുന്നുണ്ട്. അന്നത്തെ കളികൾ മാസുകളി, കോട്ടകളി, കുട്ടിക്കോലും കളി, റിങ് അങ്ങനെ കളി, അങ്ങനത്തെ ഒരുപാട് വിനോദങ്ങളായിരുന്നു. അന്ന് ബാനർജി ക്ലബിലാണ് ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ നടക്കുക. അപ്പോൾ ഞങ്ങൾ വളരെ അതിശയത്തോടെയാണ് കാണുന്നത്. അത് പണക്കാരൻ്റെ കളിയാണ് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ആ കുട്ടിക്കാലത്ത്. പക്ഷെ ഇന്ന് കളിക്കാൻ സ്ഥലമില്ലാതെ, വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ വന്നപ്പോൾ സ്ഥലമില്ലാതെ ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങളായി. തന്നെയല്ല, ഇന്ന് നമ്മുടെ ആരോഗ്യപരമായിട്ടും ഭക്ഷണ രീതിയും വ്യായാമക്കുറവും എല്ലാം കൊണ്ടും പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് നടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ അടക്കം. നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് ചെറുപ്പായല്ലോ എന്ന്. അപ്പോൾ യോഗ ക്ലാസ്സുകൾ, അങ്ങനത്തെയുള്ള ക്ലാസ്സുകളും ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളിലും എല്ലാവരും ഏർപ്പെടുകയാണ്. ശാരീരികമായിട്ട് ഒരുപാട് സംതൃപ്തരാണ് ഇങ്ങനെ ചെയ്യുന്നവർ. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ലിബർട്ടി കളർ ലാബ് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി, ആൽബം മേക്കിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം AKPA ജില്ലാ പ്രസിഡന്റ് സജീവ് സദനിയും നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ PV ശിവകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിങ്ങാലക്കുട യൂണിറ്റ് പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, AKPA മേഖലാ പ്രസിഡന്റ് പ്രസാദ് NS എന്നിവർ ആശംസകൾ നേർന്നു. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഒരു സ്ഥാപനം പറിച്ചു നടാണ്. നമ്മുടെ 2 ദേശീയപാതയുടെ പുനർനിർമ്മാണവും നമ്മുടെ ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് വ്യാപാരികളാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായി വരുമ്പോഴേക്കും
എത്ര വ്യാപാരികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, എത്ര പേര് അവരുടെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ പാതയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു ഉത്സവകാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ജിജോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇവിടേക്ക് പറിച്ചു നട്ട് കുറേ കൂടി സൗകര്യപ്രദമായി നമുക്ക് സേവനം നൽകുന്നതിന് വേണ്ടി തയ്യാറായിട്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള മിഷണറി സജ്ജീകരണവും കൂടി പ്രാരംഭിക്കുകയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.